ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ഒരു സംരംഭമാണല്ലോ വിശപ്പിൻ്റെ വിളി. എറണാകുളം പട്ടണത്തിൽ വഴിയരികിലും തെരുവിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്കും മാനസിക രോഗികൾക്കും ഒക്കെ ഭക്ഷണവും സാധിക്കുന്ന പോലെ വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സൗജന്യ ശുശ്രൂഷ സുമനസ്സുകളുടെ സഹായത്താലാണ് ദൈവകൃപയാൽ 7 വർഷം ത്തിലേക്ക് ഇത് കടന്ന് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മുട്ടില്ലാതെ ഈ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ദൈവം അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ വന്ന 3 ദൈവവചനങ്ങൾ കൂടുതൽ സൽപ്രവൃത്തികളിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നുള്ള ഉൾക്കാഴ്ച ലഭിക്കാനും പരിശുദ്ധാത്മാവുടെ ചിലർ പറയും ഒറ്റ പൈസ കയ്യിലിരിക്കുന്നില്ല, ചെതറിപ്പോകുന്നു, തട്ടിത്തൂക്കിപ്പോകുന്നു, വീട്ടിലെല്ലാവർക്കും വരുമാനമുണ്ട്, എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല, കടങ്ങൾ മാത്രം എന്ന് പറയുന്ന. അപ്പോൾ ദൈവത്തെ കൊള്ളയടിക്കുന്നത് പോലെ പങ്കുവെക്കാനും ഇല്ല, പങ്കുവെക്കാൻ നീക്കി വെച്ചതും എടുത്ത് അവസാനം വിനിയോഗിക്കും. അങ്ങനെ കടക്കാരും കൊള്ളക്കാരും ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരുമായിത്തീരും. അപ്പം നന്മ ചെയ്ത് ജീവിക്കാനായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചായലും സാക്ഷ്യത്തിലാണ് ഞാനും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് കാണുന്നവരും കേൾക്കുന്നവരും മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന അവശരും ദരിദ്രരും നിലാരംബരും അവരിലെല്ലാം ക്രിസ്തുവുണ്ട്. കാരണം സാവൂൾ കേട്ട ദൈവസ്വരം, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ക്രിസ്തുവിനെ സാവൂൾ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ആരെല്ലാം അവഗണിച്ചോ, അവിടെയെല്ലാം വേദനിപ്പിച്ചോ, അവിടെയെല്ലാം ക്രിസ്തുവിനെ തന്നെയാണ് വേദനിപ്പിച്ചതെന്നുള്ള തിരിച്ചറിവാണ് സാവൂളിലൂടെ ഒരു പൗലോസിനെ തിരുസഭയ്ക്ക് ലഭിക്കുന്നത്. ലേഖനങ്ങൾ എഴുതിയ വിശുദ്ധ പൗലോസിൻ്റെ പിന്നീട് യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ 3 വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രേരണ തരുന്നത്. മത്തായി 5:16 അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുന്നതിന് ഡയറക്റ്റാണ് അതിൻ്റെ കണക്ഷൻ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നന്മ ചെയ്യുന്നതിന് ഡയറക്റ്റാണ് ദൈവം ഇടപെടുന്നത്. അടുത്തത് എഫെസസ് 6:8 ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അത് അവർ കൊടുക്കുന്നവരോ കാണുന്നവരോ തരുന്നവരോ അല്ല, ദൈവം തന്നിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വീണ്ടും ഹെബ്രായർ 13:16 നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ദൈവത്തിന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിശ്വകുർബാന പോലെ തന്നെ ദൈവതന്നിൽ സ്വീകാര്യമാണ്. എന്ത്? നന്മ ചെയ്യുക എന്നുള്ളത്. വിശ്വകുർബാനക്കും പോകും, എല്ലാം പോകും, പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ പങ്കുവെക്കലും ദാനധർമ്മവും സൽപ്രവൃത്തി ഇല്ലെങ്കിൽ അത് ശൂന്യമാണ്. അപ്പോൾ പങ്കുവെക്കുന്നതിൽ ഉപേക്ഷ വരുത്തരുത്. അപ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇല്ലാത്തവർ അങ്ങനെ പല രീതിയിൽ വിളി കിട്ടിയവർ ഉൾക്കാഴ്ച ലഭിച്ചത് അതനുസരിച്ച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശക്കുന്നവർക്ക് കൊടുത്തപ്പോൾ, ദരിദ്രരെ സന്ദർശിച്ചപ്പോൾ, ജയിലിൽ കിടക്കുന്നവരെ, കാരാഗൃഹത്തിൽ കഴിയുന്നവരെ, അതുപോലെ കുടുംബങ്ങളിൽ ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട്, അവരൊന്ന് കാണുകയോ മിണ്ടുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ, മുറിവേറ്റവർ, ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ, അവരെ സന്ദർശിക്കുമ്പോൾ ഒന്നും നമ്മൾ അവർക്ക് കൊടുക്കണ്ട, ഒന്ന് കേൾക്കുമ്പോൾ. ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യം ഇതാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ആത്മാർത്ഥയോടെ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ ആ വ്യഗ്രതകളെല്ലാം മാറ്റി അതൊരു പങ്കുവെക്കലാണ്. മറ്റുള്ളവരെ ആത്മാർത്ഥയോടെ ഒന്ന് കേൾക്കുക, അവർക്ക് നേരെ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. ബലികൾ ഉപേക്ഷ, അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. അപ്പോൾ ഈ 3 വചനം മത്തായി 5:16, എഫെസസ് 6:8, 3-ാമത്തെ വചനം ഹെബ്രായർ 13:16 നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. ഈ 3 വചനങ്ങളുടെ അഭിഷേകത്താൽ നന്മ ചെയ്യുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അങ്ങ് ക്രമപ്പെടുത്തണമേ. കർത്താവെ ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം, എല്ലാം തികഞ്ഞിട്ടല്ല, ദൈവം തരുന്നതിൽ പങ്ക്. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സഹായിക്കുന്നത് പോലെ ഇല്ലായ്മയിൽ നിന്ന് കുറച്ചേ ഉള്ളെങ്കിൽ അതനുസരിച്ച് ദാനധർമ്മങ്ങൾ, പരിഹാര പ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാനും, സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കൊടുക്കാനും, മുറിവേറ്റവരെ വെച്ച് കെട്ടാനും, ആശ്വസിപ്പിക്കാനും, സഹായിക്കാനും, സന്ദർശിക്കാനും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ഞാൻ പുറത്ത് പൊതിച്ചോറും ഭക്ഷണവും അതെല്ലാം കൊടുത്ത് ദാനധർമ്മം ചെയ്ത് വീടും വെച്ച് കൊടുത്ത് നടക്കുന്ന
ഒരാളാണെങ്കിൽ എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റിലും അതിനേക്കാൾ മുറിവേറ്റവർ കിടക്കുന്നുണ്ടെങ്കിൽ, അവരെ പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ തന്നെയാണ് അവഗണിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ണ് തുറന്ന് കാണാം, കാത് തുറന്ന് കേൾക്കാം. യേശുക്രിസ്തു വചനം നമ്മളിൽ മാംസം ധരിക്കണം. നമ്മൾ ആരും ആട്ടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കേൾക്കാൻ തന്നെ കാണിച്ചൊരു മനസ്സ് തീർച്ചയായിട്ടും ഒരു പങ്കുവെക്കലിൻ്റെ ദൈവകൃപ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ആഗ്രഹം, ഈ ഡിസയർ, ഇറ്റ് മറ്റ് ഗ്രോ ഇൻ ടു an ambition, അതായത് ഗ്രേറ്റ് ഡിസയർ, നന്മ ചെയ്യാൻ, അത് സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴുകണം. കണ്ട് കേട്ട് സ്പർശിച്ച് നടന്നു പോകുന്നവരായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, നമ്മുടെ നേരത്തെ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയാണ്. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്: നിങ്ങൾ ദാനധർമ്മം ചെയ്യാറുണ്ടോ? ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ പാവപ്പെട്ടവരുടെ കണ്ണുകളിൽ നോക്കാറുണ്ടോ? നിങ്ങൾ അവരുടെ കരങ്ങളിൽ സ്പർശിക്കാറുണ്ടോ? ആര് തൊട്ട് ഇവറ്റകളെ തൊടാൻ പറ്റുമോ? വേഗം പോയി കഴിയും. ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രത്തിൽ വായിച്ചു തുറക്കുന്ന ഒരു കുഷ്ഠരോഗി അദ്ദേഹം ആലിംഗനം ചെയ്തപ്പോൾ ആ കുഷ്ഠരോഗി സൗഖ്യമുള്ളവനായി കടന്നുപോയി. മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട ഫ്രാൻസിസ് അസീസിയുടെ കഥയാണ്. വിശുദ്ധ മാർ തെരേസയുടെ ജീവിതത്തിലും ഫാദർ ഡാമിയൻ്റെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നതാണ് ഈ പങ്കുവെക്കലിൻ്റെ മഹത്വം. അതുകൊണ്ട് യേശുക്രിസ്തു നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ വചനം, അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നും മോഷ്ടിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അവർ തരട്ടെ ഇവർ തരട്ടെ എന്നും പറഞ്ഞ് കാലം നീട്ടി ഇരുന്നിട്ട് വല്ലവരും തരുന്നത് നോക്കിയിരുന്ന് ജീവിക്കാനല്ല, അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാണ്. ഞാനിങ്ങനെ പൊതിച്ചോറ് വിതരണമായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് ഭക്ഷണം, ഒരു വീട്ടിൽ 2 പേർക്ക് 2 ആണുങ്ങൾ ഭക്ഷണം എടുക്കാൻ മാറി മറിച്ച് വരും. അപ്പം ഞാൻ അവർക്ക് ജോലിയില്ലെന്ന് കേട്ടപ്പോൾ ഞാൻ എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ആയിട്ട്, എൻ്റെ ഒരു പരിചയക്കാരൻ സെക്യൂരിറ്റി ഏജൻസി, അവിടെ ആക്കി കൊടുത്തു. 2 പേരും പോയ അന്ന് തന്നെ യൂണിഫോമും എല്ലാം മേടിച്ചു. ഒരു ദിവസം നിന്നിട്ട് ഒരാൾ നിന്നുമില്ല. അന്ന് തന്നെ ഓടി പോന്നു. ആരെ കൊണ്ട് പറ്റും? വല്ല കള്ളന്മാരും വന്ന് വല്ലതും ചെയ്തിടുമെന്നും പറഞ്ഞു. ആരും സെക്യൂരിറ്റി ജോലിക്കും പോലീസ് ജോലിക്കും പട്ടാള ജോലിക്കും ഒന്നും പോണില്ല. അതായത് പണിയെടുക്കാനുള്ള മനസ്സില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നും മേടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഭാവമുണ്ട്. അതും അത്രയ്ക്ക് ശരിയല്ല. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്നുള്ളത്. ഇനി മാനസിക രോഗികളാണ്, അല്ലെങ്കിൽ വാൻഡറിങ് എന്ന് പറഞ്ഞ അസുഖമാണ്, അല്ലെങ്കിൽ പ്രായമായി ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്, ജോലിയൊന്നും എടുക്കാൻ പറ്റാത്തവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പം ഞാൻ വികാരി അച്ഛനുമായിട്ട് ഇങ്ങനത്തെ കാര്യം പങ്കുവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഇതാണ്: നല്ല സുഖമാണ്, കിട്ടുമ്പോഴെല്ലാം അവരും സഹായിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജോലിയില്ല ഒരു ജോലി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ജോലി വേണ്ട. അപ്പം അങ്ങനെ കള്ളപ്പെട്ട് ശീലിച്ചു എന്ന്. അതായത് കുറേ നാൾ പോകാതെ എടുക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ ലേസിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തായാലും മുഴുവൻ ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് ഒരാൾക്ക് നന്മ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരിൽ അവരനിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ നന്മ ചെയ്ത് നമുക്ക് കടന്നു പോകാം. ചിലപ്പോൾ നമ്മൾ മുമ്പേ അഭിനയിക്കുന്നവരുണ്ടാകാം, നമ്മളെ തട്ടിക്കുന്നവരുണ്ടാകാം, കപടനാട്യം കാണിക്കുന്നവരുണ്ടാകാം. പക്ഷേ ദൈവം കാണാത്ത ഒന്നുമില്ലല്ലോ. 100% ഫിൽറ്റർ ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു നന്മയും ഈ ലോകത്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. 100% തികഞ്ഞവരാണോ നമ്മൾ? നമ്മുടെ വീട്ടിലുള്ളവരും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മൾ പോകുന്നവരും കാണുന്നവരും മുറിവേറ്റവരാണ്. അവരിൽ മുറിവുകളുണ്ട്. അവർ കാണിക്കുന്ന കപടനാട്യം തന്നെ ചിലപ്പോൾ അവരുടെ ഒരു മുറിവുകളാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാൻ, നന്മ ചെയ്യാൻ, പങ്കുവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ നിങ്ങൾ കാണാതെ പോയത് ക്രിസ്തുവിൻ്റെ മുഖമാണ്, നിങ്ങൾ സ്പർശിക്കാതെ പോയത് ക്രിസ്തുവിൻ്റെ കരങ്ങളാണ്. അതുകൊണ്ട് 100% ഫിൽറ്റർ ചെയ്തിട്ട് എന്നോട് ചിലർക്ക് ചോദിക്കുമ്പോൾ ഈ ഭക്ഷണപ്പൊതിയും കൊണ്ട് പോകുമ്പോൾ എല്ലാവരും അർഹതപ്പെട്ടവരാണ്. അതിൽ ഇങ്ങനെ പറയാം, അതിഥി തൊഴിലാളികൾ വരെയുണ്ട്. അതായത് ജോലി നോക്കി ഇരുന്നിട്ട് പല ദിവസങ്ങളായിട്ട് ആരും വിളിക്കാത്തവർ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഭക്ഷണപ്പൊതി, ജോലിയുള്ളവരാണെങ്കിൽ അവിടെ വന്ന് ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഉള്ളത് മുഴുവൻ നാട്ടിൽ പ്രാരാബ്ദങ്ങളുള്ളവരായിരിക്കും, അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നവരായിരിക്കും. പണിയില്ലാത്ത ദിവസങ്ങളിൽ ഈ ഭക്ഷണം കൊടുക്കാൻ അഗതികളായിട്ടുള്ളവർ മേടിക്കാൻ വരുന്ന സ്ഥലത്ത് വന്നിരിക്കും. അവരെയും നമുക്ക് അവഗണിക്കാൻ വയ്യ. പിന്നെ എറണാകുളം പട്ടണത്തിൽ ഇതുപോലെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വന്നപ്പോൾ കഷ്ടി വണ്ടിക്കാശ് പോലും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ അത് വന്ന് മേടിക്കുന്ന മാന്യമായിട്ടുള്ള വ്യക്തികളുണ്ട്. വിശപ്പെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 100% ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ഭക്ഷണപ്പൊതിയല്ലേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇതുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊടുക്കും തോറും ദൈവം കൊടുക്കാൻ തരുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഇനിയും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയിൽ ഇത് കാണുന്നവരിലും കേൾക്കുന്നവരിലും ഷെയർ ചെയ്യുന്നവരിലും എല്ലാം ചേർത്ത്
പ്രാർത്ഥിക്കുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അന്തിമ വിധിയിലെ വചനങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബ്രാക്കറ്റിൽ ഉത്തരവും കൊടുത്തിട്ടുണ്ട്, ചോദ്യവും തന്നിട്ടുണ്ട്, ഉത്തരവും തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിതകാലത്ത് കുറേ ചൊല്ലിക്കൂട്ടലുകളോ പ്രാർത്ഥനകളോ അത് വേണ്ട എന്നല്ല, പ്രാർത്ഥന ശക്തി തന്നെയാണ്, നമുക്ക് ഊർജം തരും. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ലെന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന ക്രമാനുഗതമായിട്ട് പോകുമ്പോഴാണ് നന്മയുടെ അലയടികൾ ഉണ്ടാകുന്നത്, നന്മയുടെ പ്രതിഫലനങ്ങൾ വരുന്നത്. അപ്പോൾ നിരീശ്വരവാദിയും നന്മകൾ ചെയ്യുന്നുണ്ട്. അവരാരെ കാണിക്കാനാണ്? ഇപ്പം ഇങ്ങനെ പറയും, നീ ഒരു നിരീശ്വരവാദിയാണ്, നീ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? കാരണം നിൻ്റെ ഉത്കണ്ഠ കാണാൻ ആരുമില്ല. നീ ഒരു ഈശ്വര വിശ്വാസിയാണ്, നീ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? കാരണം നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തിൽ 100% എല്ലാവരുടെയും കയ്യടി മേടിച്ചിട്ടോ തൃപ്തി മേടിച്ചിട്ടോ ക്രിസ്തുവിന് പോലും അത് കിട്ടിയില്ല. അവിടുന്ന് ജീവനും കൊണ്ട് അവൻ പോയ കഥകൾ ഉൾപ്പെടെ ബൈബിളിൽ കാണുന്നുണ്ട്. സമയമാകുന്നത് വരെ ആർക്കും തൊടാനോ പിടിക്കാനോ സാധിച്ചില്ല. പിതാവ് അനുവദിച്ച സമയത്താണ് ഈ ക്രൂസിഫിക്കേഷനൊക്കെ നടക്കുന്നത്. അവനോട് ഇപ്പോൾ ഹെറോദേസ് പറഞ്ഞ് ഈ പരിപാടി അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക്, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. അതായത് നന്മ ചെയ്യണമെങ്കിൽ ആരുടെയും ലൈസൻസ് വേണ്ട. നന്മ ചെയ്യുക എന്നുള്ളത് മാമോദിസ സ്വീകരിച്ച ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച ഈ പ്രപഞ്ചത്തിൽ ദൈവം ജീവനും ജീവിതവും നൽകിയ ഓരോ മനുഷ്യൻ്റെ ഓരോ ദിവസത്തെയും കടമയും കടപ്പാടും വിളിയുമാണ്. അത് തിരിച്ചറിയുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരിയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെ മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും, എപ്പോഴും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല, നമ്മളെല്ലാം തികഞ്ഞവരല്ല. പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരിമിതികളുണ്ട്. പക്ഷേ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതിനുള്ള വെളിച്ച ഉൾക്കാഴ്ചയും എല്ലാവർക്കും നൽകട്ടെ. ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷയും അതിൽ ഇന്ന് കിട്ടിയ ഈ 3 വചനങ്ങളും കർത്താവെ നന്മ ചെയ്ത് വളരാനും നന്മയിൽ വേര് പിടിക്കാനും ആഗ്രഹിക്കുന്ന, വചനം പഠിക്കുന്നതോടൊപ്പം നന്മ പ്രവൃത്തികൾ കാണാൻ, നന്മ ചെയ്യാൻ, ചുറ്റുമുള്ളവരിൽ ദൈവത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഞങ്ങളുടെ വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം മുഴുവൻ തിന്ന് കുടിച്ച് സ്വയം വീർത്ത് പൊണ്ണത്തടിയന്മാരായി രോഗികളായി എല്ലാം തീരാതെ ദൈവമേ പങ്കുവെക്കലിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ഓരോ നന്മകളും ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, ശുശ്രൂഷ ചെയ്യാൻ, പ്രേക്ഷിത വേല ചെയ്യാൻ എല്ലാം ഞങ്ങൾക്ക് കൃപ തരണമേ. ഇനി പ്രേക്ഷിത വേലയും പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും കുർബാനയും മാത്രമായിട്ടിരിക്കാതെ ക്രിസ്തു തന്നെ പങ്കുവെച്ച് നൽകിയതുപോലെ ഒരു പങ്കുവെക്കലിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലും ഞങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിലും യഥാർത്ഥമായി ഞങ്ങളുടെ പ്രവൃത്തികൾ കുർബാനയാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിലുണ്ടാകുന്ന മുറിവുകളും വേദനകളും ക്രിസ്തുവിൻ്റെ തിരുമുറിവോട് ബലിയോട് ചേർത്ത് പങ്കുവെക്കാനുള്ള കൃപയും മഹത്വവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം അവിടുത്തെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേ മഹത്വത്തിനും എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമേ, എല്ലാം അങ്ങേ മഹത്വത്തിനും എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.